ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങനെ പോലീസ് ഓഫീസിലേക്ക് പോവുകയാണ്. ഗൈസ് നോക്കൂ, എത്രയും പെട്ടെന്ന് എത്തണം. ഇന്നലെ വിളിച്ചിരുന്നു, 12 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്രകാരം പോവാണ്. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടോന്ന് പിന്നെ നോക്കിയേ. ഗൈസ് പുറത്ത് ഭയങ്കര കാറ്റാണ്, അതുകൊണ്ടാണ് കോട്ട് ഇട്ടാക്കുന്നത്. പാസ്പോർട്ട് ഉണ്ട് തോന്നുന്നു. റെജിനാൾഡ് ബൈ ബൈ. അപ്പം റെജിനാൾഡ് നേരെ നാട്ടിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 2 മാസത്തെ വനവാസത്തിന് ശേഷം ഗൈസ് നോക്ക് നാട്ടിലേക്ക് പോവാണ്. അപ്പം ആ പുള്ളിയാണ് നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അപ്പം എന്താ പറയുക, ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സെറ്റപ്പും ഗൈസ് നോക്കൂ. അതായത് നമുക്ക് പിന്നെ ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാനുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളും സംഭവങ്ങളും ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്തിട്ട് വേണം. 12 മണിക്ക് എത്താൻ പറഞ്ഞേക്കണത്. ഇപ്പം എത്രയായി? ഇപ്പോൾ 11:30. അയ്യോ, ബുക്ക് ചെയ്തോ ഗൈസ് നോക്കൂ. അപ്പം ഞങ്ങൾ നേരെ ടാക്സി കയറി പോവുകയാണ്. അതിന് ഫ്രണ്ടിൽ ഇതിൻ്റെ ബേക്കിലുണ്ടോ നോക്കൂ. ബേക്കിൽ ഇതിൻ്റെ ബേക്കിലടാ വി ഇവിടെ ഇല്ലേ? യെസ് ഗൈസ് നോക്കൂ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അല്ലേ അവിടെ കേസ് ഉണ്ടായിരിക്കാൻ ഇവിടെ ഇവിടെ കേസ്. ഗൈസ് കോട്ട് മറ്റ് സാധനങ്ങൾ എല്ലാം എടുത്തു വെച്ചതാണ്. ഇനിയും മറ്റേ എന്താ പറയുക, തണുപ്പുണ്ടാവില്ല എന്ന് ഓർത്ത്. ബട്ട് പണി പാളിപ്പോയി. ഭയങ്കരം കാറ്റാണ് പുറത്ത്. ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കരം, അതികഠിനം, അതിശക്തമായ കാറ്റെന്ന് വെച്ചാൽ അതിശക്തമായ കാറ്റാണ്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് സംശയം. ഞങ്ങളുടെ ടാക്സി വന്നിട്ടുണ്ട്. ഇതെന്ത് കാലാവസ്ഥയാണ് കേട്ടാ. ഇവിടുത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. മരത്തിലേക്ക് നോക്ക് നിങ്ങൾ, കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ടാക്സി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ടാക്സി വന്നോ? ഏതോ പ്രയാസാ? ആ, വണ്ടി അടഞ്ഞില്ലോ, ഒന്നും കൂടെ നോക്കിയാലാടാ ലിപി. നമ്മുടെ ടാക്സി കേട്ടോ. മീറ്റാക്കേ ഇതാണ്ടോ നമ്മുടെ ടാക്സി. കയറട്ടെ. ആഹാ എന്നോ അവിടെ കയറില്ലെന്നോ? അതിനാ ഇതെന്നെ സംഭവം? ആ 3 പേരുടെ മുടിക്കാരൻ മേളിൽ കെട്ടിട്ട് പോകും. കാറ്റാട്ടാ. കൊടിയൊക്കെ പറക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഓഫീസ് എത്തി. ഈ ഓഫീസ് നമ്മുടെ തറവാട് പോലെയാണ്. ഇതിൻ്റെ അകത്താണ് നമുക്ക് ചെല്ലണ്ട കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ആദ്യം വീഡിയോ എടുക്കാൻ പറ്റില്ല. പേപ്പർ എടുത്തില്ലേ? നല്ല പേപ്പർ എടുത്തില്ല. ഗൈസ് അടുത്ത ദിവസം ഞങ്ങളങ്ങനെ വീണ്ടും വേറെ പോലീസ് സ്റ്റേഷനിലേക്ക്, ബിഗ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ഗൈസ് ഞങ്ങൾക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഇപ്പം ഇന്നലെ ഞങ്ങൾ അവിടെ ആയിരുന്നു. രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് ഇറങ്ങിയത്. ഇന്നിപ്പോൾ നേരം വെളുത്തു, രാവിലെ എണീറ്റു, 2 കാപ്പി മേടിച്ചു, നേരെ ബിഗ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അതിന് ശേഷം കോടതിയിൽ പോകണം. ഇത്ര ദിവസം പറഞ്ഞ പോലെ ഇന്ന് പറഞ്ഞാൽ 500 അറിയാതെ 15,000 രൂപ കോടതിയിലും 15,000 രൂപ പോലീസ് സ്റ്റേഷനിലും അടയ്ക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണ്. അതിന് ശേഷം വേണം കോടതി പോയി ഫൈൻ അടയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യണം. നമുക്ക് ഒരു 10 മിനിറ്റുള്ളിൽ കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ ഓഫീസ് ടൈം ആയതുകൊണ്ട് ടാക്സി കിട്ടാതെ വരും. ഇൻഡെക്സ് ഉപയോഗിച്ച് വേണം ഇനി പോകാൻ വേണ്ടി. എടാ ഇത് ദിഗോമി എന്ന് പറഞ്ഞ സ്ഥലമാണ്. തിരിച്ചു വരട്ടെ. ഇഷ്ടംപോലെ ടാക്സി പോകുന്നുണ്ട്. ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കട്ടെ. അല്ല കൈ നീട്ടിയാലോ? കൈ നീട്ടിയിട്ട് കാര്യമില്ല. രാവിലെ തന്നെ ഭയങ്കര കാറ്റും തണുപ്പും കേട്ടോ. ഞാനേ ഭാഗ്യം സേവ് വിത്ത് കാർപോൾ 2 സേവാണ്. വേണ്ട ഇത് തന്നെ എക്കോണമി എടുക്കാം. റിക്വസ്റ്റ് കൊടുത്തു കേട്ടോ. ഗൈസ് ഫൈനലി വണ്ടിക്ക് റിക്വസ്റ്റ് കൊടുത്തു. ഞങ്ങൾ കുറച്ച് കാശ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാഷ് എടുത്തുകൊണ്ട് DD ഗൈസ് നോക്ക്, ക്യാഷ് എടുത്തുകൊണ്ട് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. വേണം നമുക്ക് കാർഡ് ആഡ് ചെയ്യാം കേട്ടോ. DD ഇപ്പം എത്തൂലോ. അരയ്ക്കും കേട്ടോടാ. പ്രതീക്ഷിക്കാതെ ഒടുക്കത്തെ തണുപ്പ്. കോട്ടെടുത്ത് നന്നായി. ഇന്നത്തെ കാലാവസ്ഥ വളരെ മഞ്ഞും മഴയും. 5 കേട്ടോ, 5. ഇന്നത്തെ കാലാവസ്ഥ എനിക്ക് ഫീൽ ആയിക്കുക 6 അല്ല, ഫീൽ ആയിക്കുക മൈനസ് ഇല്ല 1. പക്ഷെ മൈനസിന് ഫീൽ ചെയ്യുന്നുണ്ട് കാറ്റടിച്ചിട്ട്. കയ്യൊക്കെ മരയ്ക്കുണ്ട്. നമ്മുടെ വണ്ടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഗൈസ് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ തറവാട്. ഗൈസ് ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ഇവിടെയാണ് വണ്ടി പണിയാൻ വേണ്ടി ഞങ്ങൾ വരായിരുന്നു കേട്ടോ. ഇവിടെ വെച്ച് തന്നെ പണിയും കിട്ടി. ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം. എന്നുണ്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധനം ചീപ്പിൽ കിട്ടും. സിനിമ പോയിട്ട് തെറിയാക്കട്ടെ കേട്ടോ. നമ്മളോട് മാത്രമേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും മര്യാദ കാണിക്കുന്നത്. ബാക്കിയുള്ളവരോടൊക്കെ തെറിയെന്ന് പറഞ്ഞാൽ തെറി കേട്ടോ വണ്ടി. സോറി. വാ, ഇനി അവൻ്റെ
ഇങ്ങനെ കുനിഞ്ഞ് കാണിച്ചിട്ട് ഇങ്ങ് പോന്നാൽ മതി കേട്ടോ. അവിടെ വണ്ടിയൊക്കെ നിർത്തി തരും. ഈ കാണുന്ന വണ്ടികൾ മൊത്തം ഇതേപോലെ വണ്ടി സംബന്ധമായി ഓരോ കാര്യം കാണാം. ഓൾമോസ്റ്റ് ഇന്ത്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ. ഇന്ത്യൻസ്, പാകിസ്ഥാൻസ്, നേപ്പാളീസ്, ബംഗ്ലാദേശ് ഇത്രയും പേരുണ്ട്. ആര് പിടിച്ചാലും ഇന്ത്യക്കാർ. ഗൈസ് നമ്മൾ നേരെ ഉള്ളിൽ പോകുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഫൈൻ അടയ്ക്കണേൽ 500 ലാരി, 15,000. കോടതി അടയ്ക്കണേൽ 500 ലാരി, 16,000. അത്രയും പൈസ അടിച്ചിട്ട് 2 ദിവസം ഇനിയുള്ളൂ എക്സിറ്റ് അടിക്കാൻ വേണ്ടി. 30 ദിവസത്തെ വിസയാണ് നമുക്ക് തന്നെ. അതിന് പുറത്ത് എക്സിറ്റ് അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. കറക്റ്റ് ഓഫീസ് തുറക്കുന്ന ഓഫീസ് ടൈമിലാണ് നമ്മൾ എത്തി. ലിബിനെ ഇത് വർക്ക്ഷോപ്പും കൂടെ കേട്ടോ ഈ ഫ്രണ്ട് ഭാഗം. ഫൈനലി പരിപാടി കഴിഞ്ഞു. ഫൈൻ അടച്ചു, അതിൻ്റെ റെസിപ്റ്റ് കിട്ടി. ഇനി നേരെ കോർട്ടിലേക്ക് പോകണം. അതായത് ഇവിടുത്തെ കോടതിയിൽ പോകണം. കോടതിയിൽ പോയിട്ട് ഇനി ഒന്നും കൂടെ അടയ്ക്കാനുണ്ട്. അതും കൂടെ അടച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതിന് ശേഷം രായ്ക്ക് രാമായണം നമുക്ക് ഇവിടുന്ന് പോവാം. അതായിരിക്കും ബുദ്ധിപരമായ നീക്കം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാരണവശാലും ഇന്ത്യക്കാരെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല. ഇന്നലൊക്കെ 150 ഇന്ത്യക്കാരെ കണ്ടു ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ പ്രശ്നങ്ങളൊക്കെ അത് നമ്മൾ എല്ലാ സംഭവങ്ങളും തീർക്കട്ടെ. എൻ്റെ അടുത്ത രാജ്യത്ത് എത്തിട്ട് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും നമുക്കിനി ഒരു ടാക്സി ബുക്ക് ചെയ്യണം, കോടതിക്ക് പോകണം. ഇതായിരുന്നു ഞങ്ങൾ ഇത്രയും ദിവസം കയറി ഇറങ്ങിയ ഞങ്ങളുടെ ആ മനോഹരമായ ബിൽഡിങ്. പോലീസ് വണ്ടിയാണല്ലോ വന്നിട്ട് വന്ന്. ലിബിനെ MK ഫോർഡ് ഫ്യൂഷൻ കേട്ടോ. ലാസ്റ്റ് തന്നെ ഫോർഡ് ഫ്യൂഷൻ MK അവിടെ ആയിരിക്കും. അവിടെ നിന്നാണ് ലൊക്കേഷൻ കൊടുത്താക്കുന്നത്. ഫോർഡ് ഫ്യൂഷൻ MK ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് QV ആണ്. ഒരു പാവം അപ്പാപ്പനാണ് കേട്ടോ. അതിന് വേണം നമുക്കിനിയിപ്പം നമ്മുടെ പാർക്കിംഗ് പ്ലേസിലേക്കാണ് പോകേണ്ടത്. അവിടുന്ന് തൊട്ടടുത്താണ് കോർട്ട്. പിന്നെ ഇവിടുത്തെ ഉള്ളിലൊരു മാറും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റർ, ജഡ്ജിൻ്റെ നമ്പറും അവർക്ക് മനസ്സിലായി. അതെ, അല്ലെ നമ്മളെ വിടത്തില്ല കേട്ടോ. അവർ നമുക്ക് പറഞ്ഞു നിങ്ങൾ ഇവിടെ അതും പിടിച്ചോണ്ട് നിന്നിട്ടുണ്ട് 2 മാസം നിൽക്കേണ്ടി വരും, ഇങ്ങനെ അടച്ചു പോകാനല്ല, നിങ്ങൾ ആ പൈസ അടിച്ചിട്ടെങ്കിലും പോകാൻ അവർ പറയും. ഗൈസ് നമുക്കപ്പം ജഡ്ജിയുടെ ഇതും കോർട്ട് നമ്പർ, അതായത് ഏത് കോടതിയിലാണ് കേസ് നടക്കുന്ന നമ്പറും ടൈമും കുറച്ച് കഴിയുമ്പോൾ അയച്ചു തരും. അപ്പോൾ അത് കിട്ടുന്നോളം വരെ നമുക്ക് പാർക്കിംഗ് ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ വണ്ടി. 18 ലാരി. ഇത് തന്നെ 62 അല്ലേ? അപ്പുറം വണ്ടി. ലാടാ ആയി ലാടാ. ഗൈസ് കയറട്ടെ കേട്ടോ. ഇനി അപ്പൻ്റെ വായിലിരിക്കുന്നത് കേൾക്കട്ടെ. ഇനിയും നമ്മുടെ പാർക്കിംഗ് സെൻറ്റർ കാണാം ഗൈസ്. ഫൈനലി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വണ്ടി ഇട്ട് അതേ പാർക്കിങ്ങിലെത്തി. ഇതിൻ്റെ ഉള്ളിലാണ് റെജിനാൾഡിൻ്റെ മറ്റേ ഫ്ലാറ്റ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവിടെ ചെന്നിട്ടൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോടതി പോയാൽ ഇവിടുന്ന് തൊട്ടടുത്ത് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് അന്ന് പോയി ടാക്സി പിടിച്ചങ്ങ് പോയാൽ മതി. ഞാൻ അവിടെ പോയി പോസ്റ്റ് ഇരിക്കേണ്ടത്. 2.5 കിലോമീറ്റർ ഉള്ളൂ. നേരെ നമുക്ക് ആദ്യം ഇവിടെ പോയിട്ട് ഇവിടുന്ന് 2.5 കിലോമീറ്റർ ദിഗോമി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കേട്ടോ. ഇതായിരുന്നു ഞങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയ ആളാട്ടോ ഈ കടയിലെ ഉടമസ്ഥൻ. കാക്കോ എന്നാണ് വിളിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. അവിടെ കിടക്കും, രാവിലെ പോയി ബാത്റൂമിൽ പോവും, വീണ്ടും തിരിച്ചു പോവും, ഇവിടെ ചായ കുടിക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നല്ല ഊണും നെയ്മീനും എല്ലാം കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം. ഇവിടെ പോവാണ്. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു എത്രയും പെട്ടെന്ന് കോർട്ടിലേക്ക് വരാൻ. അപ്പോൾ കോർട്ടിൽ ഇനി ചെല്ലണം. അവിടെ ചെന്നിട്ട് ഇനിയും വിളിക്കാനാണ് പറഞ്ഞത്. വിളിക്കാമല്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പം ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അതിന് പോട്ടോ കേട്ടോ. വന്നില്ല വേമ്പ ഗൈസ്. അതും കൂടെ കഴിഞ്ഞു നമ്മുടെ ഇൻ്റർനാഷണൽ IDP അറ്റസ്റ്റും കൂടെ ചെയ്തിട്ട് വിട്ടാക്കാം കേട്ടോ. അതായിരിക്കും ബുദ്ധിപരമായ നീക്കം. ഇനിയും വഴി പിടിച്ചു കഴിഞ്ഞാൽ ആ അറ്റസ്റ്റ് കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ടിബിലിസി ഭാഷയിലെല്ലാം വേണം. ടാക്സിക്ക് വന്ന് ഞങ്ങൾ ഇറങ്ങി. ലിവിൻ്റെ ബെൽറ്റ് ഉരിപ്പ് അവനോട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ബിൽഡിങ് കണ്ടുപിടിക്കണം കേട്ടോ. ഇതിലേതാ ബിൽഡിംഗ് എന്നുള്ളത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ കോടതി പോകാൻ പറ്റുള്ളൂ. കോടതി കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോട്ടോ കണ്ടൊരു ചെറിയ ഊഹാഭാവങ്ങളൊക്കെ ഞങ്ങളെ കിട്ടിയെല്ലാം തണ്ണിമത്തെ വെടിക്കെട്ട് സാധനം കേട്ടോ. ഇതെങ്ങോട്ടാണ് പോകേണ്ടത്? ഇതിലേതാ കോടതി? ഇതാരോട് ചോദിക്കും? ഇതിലേതാ എങ്ങോട്ടാ? അതാന്ന് തോന്നുന്നില്ല ലിവിനെ. അവിടെ ഒരു ജോർജിയൻ ഫ്ലാഗ് കാണുന്നുണ്ട്. കണ്ടെത്തി ടിബിലിസി സിറ്റി കോർട്ട്. ഇവിടെയാണ് നമുക്ക് ആദ്യം വേണ്ട. നേരെ ചെല്ലാട്ടോ. അവിടെ അഡ്വക്കേറ്റും സംഭവമൊക്കെ ഉണ്ട്. ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. അവിടെ ചെല്ലുക. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ പുള്ളിക്കാരത്തേക്ക്. അപ്പോൾ വക്കീൽ വരും. ഗൈസ് ഈ കാണുന്ന ഓഫീസിൽ ഞങ്ങൾക്ക് പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഏതോ ഫ്ലോർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കോടതി. തൊട്ട് ബേക്കി കാണുന്നത് കേട്ടോ. ഇവിടെ ജനിച്ചാലും വെള്ളവടി, അരിച്ചാലും വെള്ളവടി, AC അയച്ചാലും വെള്ളവടി, എല്ലാത്തിനും വെള്ളവടി കേട്ടോ. ഇതാടല്ലോ ഇതാ സിറോക്സ്, തേങ്ങ, മാങ്ങ ഒക്കെ ഇതാ
ആ സമയം കൊണ്ട് ലൈസൻസേ ഇൻ്റർനാഷണൽ ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കാം, എന്നാലും ഇവിടെ വാലിഡ് ആവുള്ളൂ. ഇത് ട്രാൻസ്ലേഷൻ 36 കൊണ്ട് കൊടുത്തു, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. 4:30 കേസ് കേട്ടോ. നേരെ പുറത്തിറങ്ങി നിൽക്കാൻ വേറെ വകുപ്പൊന്നുമില്ല. ഇനി 1 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടണം. 17 ആ കാണുന്ന നമ്മൾ നേരത്തെ കണ്ട വലിയ ബിൽഡിംഗ് ഇല്ലേ, ഓ നിങ്ങളെ കാണിച്ചില്ല. അതെ ട്രാൻസ്ലേഷൻ ഈ സാധനം ഒന്നും ഇവിടെ ഭയങ്കര വിഷയമാട്ടോ. ഇനി അങ്ങോട്ട് എല്ലായിടത്തും ഒക്കെ തന്നെ ആയിരിക്കും. ഈ ബിൽഡിംഗ് ഉണ്ടോ, ഈ ബിൽഡിങ് ഇതിൻ്റെ അകത്ത് 17ാമത്തെ നില 17ാമത്തെ നമ്പർ അതിൻ്റെ അകത്താണ് നമുക്കിനി ഗൈസ് ഇവിടെ വല്ലതും കഴിക്കാൻ കിട്ടുമെന്നുള്ളതാണ് അടുത്ത് ഞങ്ങളുടെ ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം 2 മിനിറ്റ് തുർക്കീസ് കിട്ടും കേട്ടോ. മതി 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 ഇത് തന്നെ ഇത് തന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്നത് ഗൈസ്. ഒരു ഗതിയും പരഗതി ഇല്ലാഞ്ഞിട്ട് തിന്നാൻ വേണ്ടി മേടിച്ചോട്ടോ. ഇത് ചൂടാക്കി തരാമെന്ന് വെച്ചാൽ ഇല്ല, പച്ചക്ക് തിന്നുക. എന്നാ അത് ചിക്കനുണ്ട്. ഇത് വേറെന്താ സാധനം കേട്ടോ, ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇവിടെ തിന്നാൻ. വേറെ ഒന്നും കിട്ടത്തൊന്നുമില്ല കേട്ടോ. അതൊരു ഇംഗ്ലീഷ് അറിയുന്ന പെണ്ണെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചാ. പക്ഷേ ഭാഷ ഭാഷ അറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക്. എല്ലാ രാജ്യത്തും ഭാഷ പഠിക്കാൻ പറ്റുമോ? എത്തിക്കേടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഗൈസ്. ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ആ സാധനം ഈ ചേട്ടന് കൊടുത്തു. അയ്യോ ഉളുമ്പാ. ഞാൻ മേടിച്ച പന്നിയായിരുന്നു, അതിന് ഒടുക്കത്തെ ഉളുമ്പ്. ഇവൻ മേടിച്ച ചിക്കൻ, അത് ചൂടാക്കി തരുമില്ല. പിന്നെ എന്നെ കാണിക്കാനാ. ആ സൂപ്പർ മാർക്കറ്റിലെങ്ങാനും പോയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ഞങ്ങൾക്ക് ഇനി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. 2 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ കോർട്ട് ടൈം ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ കേട്ടോ. 2 മണിക്കൂർ എന്ത് ചെയ്തു, എങ്ങനെ തള്ളി നീക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, വേറൊരു വഴിയും കാണുന്നില്ല ഗൈസ്. ഇതിൻ്റെ എല്ലാം കൃത്യമായ സംഭവങ്ങൾ പ്രോസസ്സിങ്ങും പരിപാടിയൊക്കെ ഒന്ന് കഴിയട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് പറയട്ടെ. മേടിക്കൊണ്ട് ഇപ്പോൾ 50 ലാറി കൊടുത്തു. എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് കൈ വെച്ചാലും എങ്ങോട്ട് നോക്കിയാലും എല്ലാം കാശ് പോക്കാം കേട്ടോ. ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു മര്യാദയ്ക്കില്ല. ഇതുപോലെയുള്ള പകുതിയാണ് പൂസാട്ടോ. പബ്ലിക്കായിട്ട് ബീർ അടിക്കാതെ അടിച്ച് പൂസായിട്ട് വേറൊന്നും വന്നിരിക്കുന്നു. ഒടിഞ്ഞു വേടാ. നമ്മളിന്ന് ലൈറ്റർ മേടിച്ചിട്ട് കത്തിക്കാൻ നോക്കി കേട്ടോ. അവിടെ ബമ്പം കേസ് കേട്ടോ, മൊത്തം പൂസും. അതാ പൂസാ, ഒരു രക്ഷയില്ല കേട്ടോ. എന്താ വലിയ പ്രത്യേക പരിപാടി, എന്താ വലിയ ആളുടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ എന്തോ ഭയങ്കര ഷൂട്ടിങ്ങും പരിപാടിയാണ് കേട്ടോ. വളരെ നല്ല കാര്യം. ഇത് കോടതിയാട്ടോ തൊട്ട് ഫ്രണ്ട് കാണുന്നത്. നേരത്തെ ഒരു ചേട്ടൻ ഇവിടെ കള്ളു കുടിച്ച് വന്നിട്ട് അവിടെ കയറിയിട്ട് ഇവരെ മൊത്തം കുളമാക്കിയതാണ്. പുള്ളിക്കാരൻ അതിൻ്റെ മൈക്കിൻ്റെ എല്ലാം ഫ്രണ്ടിൽ കയറി വന്നിട്ട് പുള്ളിക്കാരെ പിടിച്ചോണ്ട് പോയെന്ന് പോലീസുകാർ. ഗൈസ് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. ഞങ്ങളിവിടെ വന്നിരിക്കും കേട്ടോ. ജോർജിയയിലൊന്ന് തല കാണിക്കാം. ജോർജിയൻ ന്യൂസിലൊന്ന് തല കാണിച്ചിട്ട് പോകട്ടോ. ഗൈസ് ഇതാണ് സിറ്റി കോർട്ട് ടിബിലിസി കേട്ടോ. ഇതാണ് സംഭവം. ഇവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കിനിപ്പോൾ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ കയറാം കേട്ടോ. 4 മണിയായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റപത്രമൊക്കെ ഇന്നലെ ഞാൻ വായിച്ച് കേൾപ്പിച്ചാട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ കടമ്പകളുണ്ട്. ഇത് ജോർജിയൻ ഫ്ലാഗൊക്കെ ഇറങ്ങുന്നുണ്ട്. കുറേ നിയമനടപടികൾ കഴിഞ്ഞ് 10 ദിവസമായിട്ട് ഞങ്ങൾ നേരിടുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ആണ് ഫൈൻ അടയ്ക്കുന്നത്. അവിടുന്ന് ആരും ഇറങ്ങി വരുന്നുണ്ട്. ആ ഇറങ്ങി വരുന്നതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് ഇവർ തോളത്തൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെയുള്ള ആരെയൊക്കെ ആയിരിക്കും ഇവരുടെ ഇരകൾ കേട്ടോ. ഇന്ന് കുറേ പേരെ തിന്ന് തീർക്കും. അതിനുള്ള തന്ത്രപ്പാടൊക്കെ കാണുന്നത് കണ്ടിട്ട്. അവിടെ വേറെ ഒരെണ്ണം ഓടി നടപ്പുണ്ട്, കുഞ്ഞമ്മണി ഇന്ന് ആരെങ്കിലും വധിക്കും ഇവിടെ. ഇവിടെയുള്ള ആരും ഒന്ന് ബലിയാടാ കേട്ടോ. ഞങ്ങളിത് എങ്ങനെയാണ് നോക്കാൻ വേണ്ടി വന്നത്. ഇപ്പോൾ ക്യാമറ ഒക്കെ നിലത്ത് വെച്ചൊക്കെ റെസ്റ്റ് കേട്ടോ. ഇന്ന് ആരെങ്കിലും തൊപ്പി ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വലിയ എന്തോ ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ മാതിപ്പുറത്ത് വരുമല്ലോ ഇവിടെ. ഫസ്റ്റ് സ്ഥലത്ത് എല്ലാം കഷ്ടകാലവും പിന്നെ കുതുകാലി വിട്ടും സ്ഥലത്തൊക്കെയാണല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്. ദൈവത്തിനറിയാം കേട്ടോ. നമ്മുടെ എല്ലാം തന്നെ കുറ്റവാളിത്തം റെഡിയാക്കിയത് ആണോ? എല്ലാം അതെ മാത്രമേ പറയാൻ പാടില്ല. അല്ല, എല്ലാം പറയാൻ പാടില്ല. പിന്നെ പറഞ്ഞുതരല്ല. വിചാരണ തുടങ്ങിയിരിക്കുന്നു. എന്താ സംഭവം? എന്നാടാ ആണോ? ഇവിടെ 2 വാക്ക് ഞാൻ സംസാരിക്കട്ടെ. പിടിക്കണം. പുള്ളിക്കാരനാട്ടോ ആള്. എന്തോ പറയാം. ഇവിടുത്തെ എന്തോ വലിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ വെച്ചാലേ ഇതൊന്നുമില്ല ഇവരെ. അവിടെ നിന്ന് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ പറ്റുമോ എന്ന് കുറച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ക്യാമറ ആണെങ്കിൽ അല്ലാതെ ഇതിന് മൂക്കത്തി കൊണ്ടത്തൊന്നും വരുന്നൊന്നുമില്ല. സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ ഉണ്ടോ എന്നൊക്കെ അവിടെ ഇത് എടുത്തിട്ട് അവർ വെച്ച്. ഇത് എന്നെ സംഭവം ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഇത് എന്നെ സംഭവം അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് പുള്ളിക്കാരൻ നേരെ ഉള്ളിലേക്ക് കയറിപ്പോയി. മെയിൻ ജഡ്ജിയാണോ? ജഡ്ജിയാണോ? എന്നാ ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലായിടത്തും വേറെ കാര്യമുണ്ട്. കോടതിയുടെ പുറത്തോ ക്യാമറ കൊണ്ട് എല്ലാം കിട്ടുള്ളൂ. അകത്തോട്ടില്ല. ആ മറ്റേ ഇതില്ലേ, ഇത് വാതില് എല്ലായിടത്തും ഉണ്ട്. ഗൈസ് നോക്കൂ, ഫൈനലി ഞാൻ കോർട്ടിൽ ഫൈൻ അടച്ചു.
പ്രശ്നങ്ങൾ തീർന്നു. ഞാൻ കള്ളനാന്ന് പറഞ്ഞു. ഞാൻ അവര് പറഞ്ഞല്ലേ സമ്മതിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് കോടതിയൊന്നും അല്ല കേട്ടോ, ഭയങ്കര എന്നാ സെറ്റപ്പ് അല്ലേ. ഞാൻ ആദ്യമായിട്ടോ ഒരു കോടതിയാണ്. നമുക്ക് എന്തും പറയാം, വക്കീലന്മാരോ ആരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്റർനാഷണൽ ലൈസൻസ് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത സാധനമാണിത്. ഇപ്പം നമുക്കൊരു ടാക്സി എടുത്തിട്ട് നമ്മുടെ വണ്ടി എടുത്ത് പോവാം. അവിടെ ബാങ്കിൽ കുറച്ച് പൈസ അടിക്കാണ്ട്, അതായത് ഗവൺമെൻറ്റിലേക്ക്. അതിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് നേരെ ബത്തോമി, അതായത് തുർക്കി ബോർഡിലേക്ക് പോകും. അവിടെ വെച്ച് ഞങ്ങൾ എല്ലാ കാര്യം പറഞ്ഞുതരാം. എന്താണ് ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ശരിയല്ല. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറയുന്നതാണ് നല്ലത് അല്ലേ? അതെ, കാണുന്ന ടാക്സിയിൽ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തെത്തി. ഇതിനകത്ത് ഞങ്ങൾ വണ്ടി എടുക്കാം. അതിനിപ്പോൾ ഫൈൻ അടയ്ക്കാനുണ്ട്. മീൻസ് നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ സാധനം അതടയ്ക്കണം. അതിനുള്ള ഞങ്ങളുടെ ഒരു ടയർ പ്രശ്നമായിട്ട് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണെന്നറിയാം ഈ വണ്ടി എടുക്കുന്നത്. ആലോചിക്കാൻ പറ്റില്ല. ഇവിടെ ഏതാണ്ടൊരു 100 ലാറി, അതായത് അപ്രൈസിന് 3000-4500 അടുത്ത് പാർക്കിംഗ് ഫീ തന്നെ കൊടുക്കണ്ട, രാത്രി കൊടുക്കാം. ഇത് നോക്കി, ഈ ഒരു ടയർ കണ്ടോ, ഈ ഒരു ടയർ മാത്രമേ വിഷയമുള്ളൂ. ഇല്ല, മൂലൊന്നും ഇല്ലടാ, പോടാ. വെട്ടി പോകുന്ന പോലെ പോണം കേട്ടാ, ഇവിടെ നിർത്തരുത്. വെട്ടി തുർക്കിയായിരിക്കണം നമ്മൾ ലക്ഷ്യം. വണ്ടിക്കകത്ത് കുറച്ച് സംഭവം സെറ്റ് ചെയ്യണ്ട, അത് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് വണ്ടി എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പെടുവിട്ടെ. ഇതൊക്കെ ഞങ്ങളുടെ പ്ലൈവുഡ്, അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഗൈസ്, അല്ല വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. എത്ര ദിവസങ്ങൾക്ക് ശേഷം എന്നറിയാം ഇവിടുന്ന് വണ്ടി എടുക്കാൻ പോകുന്നത്. താക്കോലൊക്കെ ആ ബാഗിലാ, അല്ലാതെ ഒരു സാധനം പോലും എൻ്റെ കയ്യിലില്ല. ബേക്കിലെല്ലാം സെറ്റ് ചെയ്യണ്ടേടാ. ബേക്കിലെ മറ്റേ കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കണം. വേറെ ഒന്നുമില്ല കേട്ടോ. അവിടുന്ന് നമ്മൾ പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നു, പോകുന്നു. വേറെ ഒരു പരിപാടി. ബാങ്ക് ഓഫ് ജോർജിയയിൽ പോവാണ്. ഹർഷലും ഞങ്ങളിവിടെ പൈസ അടയ്ക്കാൻ വേണ്ടി പോവാ. എത്ര കിലോമീറ്ററാ? എത്ര? 2 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. ഞങ്ങൾ അടുത്ത ടാക്സി ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഫൈനുണ്ട്, അതും കൂടെ ഒരു 500 ലാറി, അതും കൂടെ അടച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കോടതി വിധിച്ച ഫൈനില്ലേ, ആ ഫൈനും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഇവിടുന്ന് പോവാം റെസിപ്റ്റും കൊണ്ട്. ഞങ്ങളുടെ തുർക്കി വിസ ഓൾറെഡി വന്ന് കിടക്കുവാണ്. ഗൈസ് നോക്കൂ, TK അത് അങ്ങോട്ട് വരാനടാ. ഈ ഒപ്പലിനാണ് നമുക്കിനി പോകേണ്ടത്. ഇത് കിടിലം വണ്ടിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത വണ്ടി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വണ്ടി. ഞാൻ ഇവിടെ സഞ്ചരിച്ചാൽ ഏറ്റവും യാത്രാസുഖമുള്ള വണ്ടി കേട്ടോ ഇത്. നമുക്ക് ജോർജിയൻ മാൾ അങ്ങോട്ട് പോകാം കേട്ടോ, അവിടെ ഇനി 24 ബാങ്ക് ഉള്ളൂ. അതിന് ഞങ്ങൾ ടാക്സി ഇറങ്ങി, ഒടുക്കത്തെ കാറ്റാട്ടോ. ഇതിൻ്റെ അകത്താണ് ഇനിയിപ്പോൾ നമുക്ക് ബാങ്കിൽ പോയി ഫണ്ട് അടയ്ക്കേണ്ടത്. എന്താ തിരക്ക്! ഇത് ഏറ്റവും വലിയ മാളാണ് TBC മാൾ, TBC മാൾ. ഗൈസ്, നേരത്തെ പോയ കാര്യം നടന്നില്ല. ഇനിയിപ്പോൾ രാത്രി പോയിട്ട് വേണം ഫൈൻ അടയ്ക്കാൻ വേണ്ടി. ആ ഫൈൻ അടയ്ക്കാൻ വേണ്ടി ലിബിൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ആ ഫൈൻ അടച്ചിട്ടാണ് രാത്രി തന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടി. അതിപ്പോൾ ഫൈൻ അടയ്ക്കട്ടെ. ലിബിൻ ഒരുങ്ങുന്നേ ഉള്ളൂ. ഒരു ബാങ്ക്, ജോർജിയൻ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്. എനിക്ക് മനസ്സിലായില്ല, ഇതിനെ പൂത്തിരി വെത്തുവോ? പൂത്തിരി ഒന്നുമില്ല. ഇതെന്നെ സാധനം കേക്കോ? ഹാപ്പി ബർത്ത്ഡേ. നിങ്ങളുടെ വൈഫ് തന്നതാണ്. അങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തേ? അത് കോണ്ടാക്ട് ചെയ്തു. ഇന്നെ പിറന്നാളാണോ? നാളെ കഴിഞ്ഞാണ് നിങ്ങളുടെ പിറന്നാള്. അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോവല്ലേ, അപ്പൊ പുള്ളിക്കാരത്തി നിങ്ങൾക്ക് സർപ്രൈസ് തന്നാണ്. ഹാപ്പി അടിപൊളി, വളരെ സന്തോഷം. എന്താണ് നിങ്ങൾ പറയുന്നത് ഈ സ്നേഹത്തിന്? വെറുതെ അല്ല, ഉറങ്ങാതെ ഇത്ര നേരം വരെ എന്നെ ഫോൺ വിളിച്ചോണ്ട്. ഇത് എവിടുന്ന് കിട്ടിയ? കട അടച്ചുപോനെ തുറപ്പിച്ചു. എന്നിട്ടോ അവൻ തെറിയും പറഞ്ഞിട്ട് തരുത്തു തന്നു. 10,000 കൂടുതൽ തരാൻ ജോർജക്കാരല്ലേ. ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കത്തിയുണ്ടോ? കത്തി നിങ്ങളുടെ വൈഫ് തന്നാണ്. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്താൽ നിങ്ങൾ കഴിച്ചിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോകാവുള്ളൂ. അടിപൊളി. എന്നാ വാ, എന്നാ കേറ്, എന്നാ കേറ് വാ. ഇവനെ കൂടെ വിളിക്കുന്നേ. ആരാ? അവനോടെ ഉണ്ട്? അവനില്ല, അവൻ കളിക്കാൻ പോയില്ലേ. ഗൈസ്, ഇന്നല്ല, എന്നോ 13-ാം തീയതി എങ്ങനെയാണ് ബർത്ത്ഡേ. അണ്ണനെ കയറ്റി വിടണം. അണ്ണനെ കയറ്റി വിടവനെ, തുറക്ക്. ദൈവമേ, അണ്ണ തുറന്നു. അണ്ണ കേറിക്കോ. വണ്ടിക്ക് ജില്ല് ജില്ലെന്നായല്ലോ. എനിക്ക് അപ്പോഴേ തോന്നി, ഉറങ്ങാതെ തന്നെ വിളിക്കുന്ന കണ്ടപ്പോ. ഇതന്നെ മേലിലുള്ള സാധനം, ചെറിയ ഇതന്നെ ഇവിടുത്തെ കേക്കാണോ? ഇതന്നെ കേക്കാം. ഓ, ഇതായിരുന്നു നിന്റെ സർപ്രൈസ്. ചേട്ടൻ കറക്റ്റ് സാധനമായിട്ട് ഇവിടെ എത്തി. ഭാഗ്യത്തിനോട് മഴയില്ലായിരുന്നു, മഴ കുറഞ്ഞു. ചോക്ലേറ്റ് പുള്ളിക്കാരത്തി ചോക്ലേറ്റ് താല്പര്യം ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ചോദിച്ചു. പക്ഷെ ഇത്രയും വലുത് അങ്ങനെ കഴിക്കും? നിങ്ങൾ കുറച്ചെങ്കിലും കഴിക്കും. നിങ്ങളുടെ ഭാര്യ തന്നല്ലേ നിങ്ങൾ കൊണ്ടുപോകുള്ളൂ. അതൊന്നും പറയത്തില്ല. നിങ്ങളുടെ ഭാര്യ തന്നത് ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾ തന്നെ കഴിക്കണം. ഇന്ന് രാത്രി ഞാൻ പോവല്ലേ? നിങ്ങൾ പോകുന്ന വഴിക്ക് കഴിക്കണം. പൂസായി പോകും. നിങ്ങളാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞ കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെയാ അനുഭവിക്കേണ്ടി വരും. ബർത്ത്ഡേ വരും, കൊടുത്തു വിടും. എന്നാ ചെറി കത്തിയുണ്ടോ? കത്തി എടുത്ത് തരാം. കത്തി എടുത്ത് ചേട്ടൻ കൊടുക്ക്. ലിബിന് ഇത് പറഞ്ഞു ഇവിടുത്തെ വലിയ ചെറിയ ഇത് മേടിക്കണമെന്നൊക്കെ. ഇത് ഈ ബ്ലാക്ക് കഴിക്കും, കറുത്ത് കഴിക്കും. ഇതന്നെ ബ്ലാക്ക് ബെറി. ഞാൻ വിളിക്കാവേ. കാര്യം ചെയ്യും.
ഒരു ചെറിയൊരു പീസ് കത്തിച്ച് പുള്ളി കൊടുക്കുക. പിന്നെ ഇതെങ്ങനെയാണ് മുറിക്കുക? കായിട്ടായാലും മുറിക്കുന്നത്. ഇതിപ്പോ എന്തോ വെക്കുന്നത് വേറെ ആരും അതും കൊണ്ടുപോവാ. ഒന്നും വേണ്ട, ATM കാർഡ് പിടിയവനെ. പിന്നെയാണോ ഇനി MDMA എന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോകാനായിട്ടില്ല. ഇതെങ്ങനെ മുറിക്കുന്നത്? എന്ത് കേക്ക് ഇത് അണ്ണാ? ഇത് സീൻ സാധനം കേട്ടോ. ഇതെന്നെ പാവാട ഊരുന്നല്ലോ ഊരുന്നേ. ഇവിടുന്ന് കട്ടി ഓക്കെ. കട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് നമ്മുടെ വണ്ടിയിൽ നിന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം. ഹാപ്പി ബർത്ത്ഡേ ഫോർ യു. ഓ ഇത് കിഡിലും കേക്ക് കേട്ടോ. എടുത്തു മിന്നിച്ച പുള്ളി കൊടുത്തേ. ഹാപ്പി ബർത്ത്ഡേ ഫൈവ് യു. മിന്നിച്ചു നിങ്ങൾ ഒരെണ്ണെടുത്ത് പുള്ളി കൊടുത്തേ. അനിയൻ കൊടുത്തേ. ഇനി പോവാൻ പറ്റുമോ? അത് ആൽക്കോളൊന്നുമില്ല. അണ്ണൻ ഇച്ചിരി കഴിക്കും. ഇത് ആൽക്കോളൊന്നുമില്ലെന്ന്. പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത് ഭാര്യയുടെ നമ്പറിലെ കയ്യില് പുള്ളിക്കാരത്തി എല്ലാത്തിനും ഉത്തരവാദി. അല്ലെന്നേ ഇന്ന് കോടതി പോയി. ഇവിടുത്തെ കാര്യമൊക്കെ ഭയങ്കര ഇതാ, കോമഡിയാണ്. നിങ്ങളെങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് നിങ്ങൾ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, നിങ്ങൾ എംബസിയിലല്ലേ. നിങ്ങൾക്കും പ്രോബ്ലം ഇല്ലായിരുന്നു. അതാ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വന്ന് ജഗതിയൊക്കെ ചില സമയത്ത് പെടത്തില്ല, വന്ന് പെടുന്ന് കേറി കൊടുക്കൂലേ, നിങ്ങൾ കേറി കൊടുത്തതാ. ഓ ഇത് അടിപൊളി കോടതിപ്പോട്ടിന്ന് വലിച്ചവര് ചോദിച്ചു, അവര് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു, അവര് നിങ്ങൾ അതൊക്കെ ചോദിക്കും. റൈറ്റ്സ് ഉണ്ട്, പ്ലേറ്റ് ഒന്നും ഇല്ലല്ലേ. 15 ദിവസം സമയമുണ്ട്. പക്ഷെ നിങ്ങൾ വെറുത്തു പോയല്ലേ? വെറുത്തല്ല, എന്നെ കാണിക്കാനാ. മഴയാണ്, ഒരാഴ്ചക്ക് മഴയാ, കല്ലി മഴയാണ്. ടയറൊക്കെ ഓക്കെ അല്ലേ? നല്ല പോയാ കേട്ടോ. നിങ്ങൾ എന്താ കഴിച്ച? ഫുഡ് എന്താ കഴിച്ചേ? ഞാൻ ഫുഡ് കഴിച്ച ഇറച്ചിയാ. അപ്പൊ അത് ബാക്കി എടുത്തിട്ട് ഇതേപോലെ ഞാൻ ഒരു വണ്ടിക്കകത്ത് കവറുണ്ട്. ഞങ്ങൾ വേണ്ടി നശിച്ചു പോകും. ഞാൻ കഴിപ്പിക്കാന്നേ. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ബർത്ത്ഡേക്ക് ഒരിക്കലും അങ്ങനെ കൊടുത്തുവിടരുത്. അത് അല്ല പറഞ്ഞു കേക്ക്. നിങ്ങളുടെ വൈഫ് പുള്ളിക്കാരത്തി മറ്റേ ചങ്ങായിയുടെ നമ്പറിൽ വിളിച്ച് ആദ്യം വിളിച്ചപ്പോ ഞാൻ എയർപോർട്ടിലായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പരിചയത്തെ നമ്പർ വേറെ കാര്യമുണ്ട്. വണ്ടി നിങ്ങളിപ്പോ യാത്രയാണ്, ഈ സാധനം ആൽക്കഹോൾ ഇല്ല, ഒന്നുമില്ല. ഇത് വണ്ടി അടിച്ച് പോവുള്ളൂ, തിന്നുന്നത്. അപ്പൊ ആർക്കും നമുക്ക് കൊടുക്കാം. നിങ്ങളത് മറ്റോമാരെ വിളിക്കും. നേരെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി, നമ്മൾ നേരെ ബാങ്ക് ഓഫ് ജോർജിയ അവിടെ പോയിട്ടാണ് നമുക്ക് ഇനി ഫൈൻ അടയ്ക്കേണ്ടത്. 24 hours ഉണ്ട് കേട്ടോ. ഇതെന്നാന്നറിയാം ഇത്ര വെപ്രാളപ്പെട്ട് ഫൈൻ അടിക്കുന്നത്? ഈസ്റ്ററിന്റെ ലീവ് നാളെ ഉച്ച മുതൽ തുടങ്ങിയാണ്. അതായത് ശനിയും തിങ്കളാം പിന്നെ 2 ദിവസം പോകും. തിങ്കളാഴ്ച ഉച്ചവരെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ശനി ഉച്ചവരെ ഉണ്ട്, തിങ്കൾ ഉച്ച. ഇവന് എന്റെ പാസ്പോർട്ട് അതിനകത്തില്ല, നോക്കിയാൽ അവിടെ ചില പെട്ടുപോകല്ലേ. ആഹാ നല്ല സൗണ്ട് ആണല്ലോ. ആണോ? ഇന്ന് എത്ര മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ? ഞാൻ ഇറങ്ങുന്ന നോക്കിയിരിക്കുക സെക്യൂരിറ്റി. ജീവിതത്തിൽ വരുമ്പോഴേ ചോദിക്കും നീ എത്ര നേരം ഉണ്ടെന്നല്ലേ. എന്നോട് ചോദിച്ചു 30 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ എന്തിനാ ഇറങ്ങിപ്പോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്റെ ജോലി ഇതല്ലേ, തുറന്നു കൊടുക്കല്ലേ, തുറന്നാ മതി, നീ ഞാൻ 30 hour 1 മണിക്കൂറാണ് നീ അറിയണ്ട. അപ്പൊ എന്ന് പറഞ്ഞേ തുറന്നിട്ട് ഉണ്ടോ? ഓക്കെ, പൈസ കിട്ടത്തില്ലോ. അവന് ജോലിയില്ല, അവന് ശമ്പളം കിട്ടുന്നല്ലേ. ഗൈസ് ഫൈനലി ഞങ്ങള് നേരെ പിന്നെ ബാങ്ക് ഓഫ് ജോർജിയയിലേക്ക് പോകണം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? നമ്മള് മെയിൻ സിറ്റിയിലോട്ട് വേണം പോകാനായിട്ട്, ഒരു 5 കിലോമീറ്റർ. അത്രേ ഉള്ളൂ കേട്ടോ. ഫൈനലി ഞങ്ങള് വണ്ടി ഇവിടെ കൊണ്ടു നിർത്തി. ഇതേ ഇവിടുത്തെ ഒരു വലിയ ക്യാസിനോയും പിന്നെ ഹോട്ടലും അതും ഇതൊക്കെ ആണ്. അംബാസഡർ എന്നാണ് ഇതിന്റെ പ്രോപ്പർട്ടിയുടെ പേര്. ഇതിന്റെ അത് 24 മണിക്കൂർ ജോർജിയൻ ബാങ്ക് ഉണ്ട്. കാരണം ഇതിന്റെ അത് കളിച്ച് കാശല്ലെന്നാണല്ലോ. അല്ല ഏട്ടേ, ഞാൻ സംശയിക്കട്ടെ, ഇവിടെ ഇതുള്ളത് കൊണ്ടാണ് 24 മണിക്കൂറും. അതെ, ഇങ്ങനെയുള്ള 1-2 ഹോട്ടൽസ് ഉണ്ട്. ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പൊ അതിന്റെ അകത്ത് 5 സ്റ്റാർ 7 സ്റ്റാർ ആ ലെവലാണ് തോന്നുന്നു. അതിന്റെ അകത്ത് ബാങ്ക് ഉണ്ട്. ഓ വേണം. അങ്ങനെയാണോ? ബാങ്ക് വേണം. ഓ അതാ ഡിജെയുടെ ഒക്കെ ഇടി കേൾക്കാൻ കേട്ടോടാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തെണ്ടി നടന്ന ഏരിയകളായിട്ട് കാണുന്നത്. രാത്രി കാണാം. ഗൈസ് വന്ന കാര്യം നടന്നില്ല, അതിൻ്റെ അകത്തോട്ട് പോയി. അതായത് ഇവിടുത്തെ 2 മണിയായി. അപ്പൊ 2 മണിയായി കഴിഞ്ഞപ്പോൾ മിഡ് നൈറ്റ് ആണ്. വീഡിയോ കാണുന്ന ആൾക്കാർ ഉമ്മ അടിച്ചിട്ട് പമ്പരമായിട്ടാണ് ഗായ്സ് ഉറങ്ങിയിട്ട് 4 ദിവസം. അതാ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. സത്യം പറയാം, ഇനി നാളെ അല്ലേ അടിക്കാൻ പറ്റത്തുള്ളൂ. 10 മണിക്ക് ശേഷം അടിക്കാൻ പറ്റുന്നല്ല, ഫൈൻ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് സംഭവം. അപ്പൊ നാളെ ഇതിനെക്കുറിച്ച് ഡീൽ. നാളെ കൊല മഴയാ, ഒരാഴ്ചത്തേക്ക് കൊല മഴ. നോക്കിട്ട് ബാങ്ക് ഓഫ് ജോർജിയ വന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ?
നോക്കട്ടെ നാളെ രാവിലെ എങ്ങനെയാന്നുള്ളത്. ഞാനിപ്പോൾ ലൊക്കേഷൻ കാണിച്ചു തരാം. നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളത്. അവിടെ ടാക്സിക്ക് പോയാൽ മതി. ഞങ്ങൾ പോയതാ. അവിടെ ചെന്നാൽ മതി. അവിടെ ചെന്നിട്ട് ഇത് അല്ല അത് ക്ലോസ് അത് ടെമ്പററി ക്ലോസ് ആണ്. അപ്പോൾ ഞാൻ അടുത്ത ലൊക്കേഷൻ കാണിച്ചു തരാം. ഗൈസ് അടുത്ത ദിവസമാണ് നമ്മൾ ബാങ്ക് ഓഫ് ജോർജിയയിൽ ഫൈൻ അടയ്ക്കാൻ വേണ്ടി പോവാണ്. അറിഞ്ഞോ? അതാ വണ്ടി. ഇന്ന് ലാസ്റ്റ് ദിവസം കേട്ടോ. ഇന്ന് 2 മണി വരെ ബാങ്ക് ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതും കുറ്റിയിലാവും. ഓട്ടോ കേട്ടോ. ഇതാ വണ്ടി XE77. അന്നോ 77 ഉണ്ടോ? ഗൈസ് ഫൈനലി നമ്മൾ ടാക്സി ഇവിടെ ഉണ്ട്. നമ്മൾ ബാങ്ക് ഓഫ് ജോർജിയയിൽ എത്തി. ഇന്ന് ക്രോസ് ചെയ്യില്ല കേട്ടോ. 2 മണി വരെ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്തേക്കും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം കേട്ടോ. ഒടുക്കത്തെ മഴയും ഒടുക്കത്തെ തിരക്കാണല്ലോടാ ഇവനെ. ഇതെങ്ങനെ എന്ന് ചെയ്തു തീർക്കും ബാങ്ക് ഓഫ് ജോർജിയ. ഇതാട്ടോ സാധനം. ബാങ്കിലെ പരിപാടി കഴിഞ്ഞു. ഫൈൻ അടച്ചു. ഒരു ലോഡ് പേപ്പർ കിട്ടി. ഈ കാണുന്നതാണ് ബാങ്ക് ഓഫ് ജോർജിയൻ്റെ മേളിൽ വലിയ അപ്പാർട്ട്മെൻ്റ് ഒക്കെ ആട്ടോ. അപ്പം ഇനിയിപ്പം ഒരു ഇത് വരാണ്ട് ഒരു ക്യാബ്. ആ ക്യാബ് വന്നിട്ട് നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകുന്നു. നേരെ വണ്ടി എടുക്കുന്നു, ഡീസൽ അടിക്കുന്നു, നേരെ നമ്മൾ തുർക്കി ബോർഡറിലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ പരിപാടി. ആദ്യം നമ്മൾ ബുക്ക് ചെയ്ത ക്യാബ് ഏതാ എന്ന് നോക്കണം കേട്ടോ. എന്നാൽ പിന്നെ MBMM അല്ല അവസാനം PU കേട്ടോ. PU 1 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വണ്ടി എന്താ ടയോട്ട പ്രയാസ്. എത്ര കൊടുക്കണമെന്ന് അറിയാമോ? 8 കൂടിയാണ് 7.2. ബസ്സുകളൊക്കെ പോകുന്നു. നല്ല കാറ്റാട്ടോ. ഓ നീല ലൈറ്റ് കണ്ട കിറുക്കന്മാരാട്ടോ. ഭയങ്കര വിഷയമാണ്. കണ്ടാ തീർക്കും. ഇനി ഇവരെ കണ്ണ് വെട്ടിച്ചോണ്ട് എല്ലാ സാധനം ഉണ്ട്. പക്ഷെ എങ്കിലും കണ്ണ് വെട്ടിച്ചോണ്ട് ഓടിക്കാൻ വേണ്ടി ഇനി ഒരു ദിവസം കൂടെ ബിസി ഉള്ളത്. അതാണ് പക്ഷേ ഇനിയും തർക്കിച്ച് നിൽക്കുന്ന സമയമില്ല. ഗൈസ് അതായത് ഞങ്ങൾ നോക്കി അങ്ങനെ ഒരു ദിവസം കൂടി വിസേ ഉള്ളൂ. അതുമാത്രമല്ല വേറൊരു സംഭവം എന്നറിയാമോ? ഇനി ഇവിടെ ഒന്ന് ഓവർ സ്റ്റേ അടിച്ചു കഴിഞ്ഞാൽ അതിന് 300 ലാറി പെർ പേഴ്സൺ. അങ്ങനെ 600 ലാറി വീണ്ടും പോകും. അതായത് 10-20,000 രൂപ അടുത്ത് വരും. അത് നമുക്ക് ഇന്ന് രാത്രി തന്നെ കിടക്കാൻ 12 മണി ഇന്നത്തെ സമയം കഴിഞ്ഞു. ഗൈസ് ഇനി നമുക്കിവിടെ നിൽക്കാൻ ഒരു സ്ഥലത്ത് പോകാനോ നിൽക്കാനോ കാണാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ 30 ദിവസത്തെ വിസ ആയിരുന്നു. ശരിക്കും ഷങ്കൻ വിസ വന്നാൽ 90 ദിവസത്തെ വിസ തരണം. അതുപോലും തരുന്നില്ല കേട്ടോ. നോക്കിക്കടാ വണ്ടിയുടെ നമ്പർ സംഭവം ഇതാണെന്ന്. ഫൈനലി ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. അതായത് ഇനിയിപ്പം ഇവിടുന്ന് വണ്ടി എടുക്കാം. നമുക്കിനി നേരെ തുർക്കി ഭാഗത്തോട്ട് സഞ്ചരിക്കാം. നല്ല കാറ്റാട്ടോ. അസാമാന്യ കാറ്റ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മൾ വണ്ടി എടുക്കുവാണ്. വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. അതായത് ആദ്യം ബോർഡർ ചെന്നിട്ട് ചെയ്യാം. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമായിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല രീതിയിൽ പാർക്കിംഗ് പീസ് ആയിട്ടുണ്ടാവും. പുള്ളിക്കാരൻ്റെ സന്തോഷമാവും. നല്ല രീതിയിൽ ബ്ലോക്കാണ്, നല്ല രീതിയിൽ മഴയാണ്, നല്ല രീതിയിൽ കയർ എടുത്തായിരുന്നോ? അതൊക്കെ എടുത്തു വെച്ചു. ഒന്ന് റൗണ്ട് അടിച്ച് നോക്കുന്നോ നിർത്തുമ്പോൾ? ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഇത്രയും ദിവസം കിടന്ന പാർക്ക്. ഇത് കണ്ടോ, ഈ കാണുന്ന ഇങ്ങോട്ടാണ്. നമുക്ക് നേരെ പോയി അവിടെ വേണം കാർഡ് കൊടുക്കാൻ. അതിന് ശേഷം വേണം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവുക. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പാർക്ക് ചെയ്ത് നമ്മളായിരിക്കും കേട്ടോ. ഗൈസ് ഈ കാണുന്നതാണ് പാർക്കിംഗ് കാർഡ്. ഇപ്പോൾ അറിയാം എത്ര രൂപയെന്നുള്ളത്. എൻ്റെ ടാപ്പ് ചെയ്യണം കേട്ടോ. ടാപ്പ് ചെയ്യുമ്പോൾ സംഭവം ഓക്കെ ആവും. എത്തൂല, വണ്ടി ഒതുക്കണോ? 118 ലാറി, അതായത് 3600 രൂപയോ 3000 സംതിങ് രൂപ ലാഭമോ. ക്യാമ്പർ പാർക്കിൽ കിടന്നാൽ ഇത് കൂടുതൽ കൊടുക്കണമെന്നാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസം കിടന്ന ആ സ്ഥലത്തിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ തുർക്കിക്ക് പോവാണ്. ഇനി ഇവിടെ നിൽക്കാനോ സ്ഥലങ്ങൾ കാണാനോ പറ്റില്ല. കാരണം വിസയില്ല. 90 ദിവസം വിസ നമുക്ക് തരേണ്ട. പക്ഷേ 30 ദിവസം തരത്തുള്ളൂ. ട്രാൻസിറ്റ് എന്ന് പറയുന്നുണ്ട്. അതാണ് കാര്യം. ഇനിയിപ്പം പുള്ളിക്കാരി അവിടെ അടിച്ച് ആ കാർഡ് അടിച്ചതിന് ശേഷം നമുക്ക് ഇത് തുറന്നു തരണം. എങ്കിലേ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ തന്നെ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ കാർഡൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ എന്തോ സെർവർ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധനവും കിട്ടത്തില്ല. അതിൻ്റെ ഭാഗമായി ഇവിടെ വർക്കാകുന്നില്ല നമ്മുടെ കാർഡുകൾ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് 200 ജെല്ലെടുത്തു. 200 ജെല്ലെന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏതാണ്ട് 7000 അടുത്ത് വന്നു. 36,000 എന്ന് പറഞ്ഞാൽ തന്നെ 3200 അല്ലേ? അപ്പോൾ നമ്മൾ പാർക്കിംഗ് കാശ് എത്രയാ? പാർക്കിംഗ് കാശ് 7000 രൂപ കണ്ടായി. ഒന്ന് 200 അല്ലല്ലോ, 3000 അല്ലേ? 18 അല്ലേ വന്നിട്ടുള്ളൂ? 18 1000 രൂപ 100 അല്ലേ? സോറി 100 വെച്ചാൽ 118 വന്നു. നമ്മളിപ്പോ എടുത്ത 7000 സംതിങ് ആണ് ഞാൻ പറഞ്ഞത്. 4000 സംതിങ് രൂപ പാർക്കിന് വന്നു. ആണോ? നല്ല മഴയും നല്ല കാറ്റും അടിപൊളി വൃത്തികെട്ട കാലാവസ്ഥയും. ഇതെന്തൊരു ബ്ലോക്കാടാ. പിന്നെ എനിക്ക് തോന്നുന്നു ആഘോഷങ്ങൾ വരാൻ തുടങ്ങിയില്ലേ. ഈസ്റ്ററിന്റെ ലീവാ 10 ദിവസം. അതിന്റെ മുമ്പ് നമ്മളെ കേസ് തീർന്നിട്ട് ദൈവാനുഗ്രഹം. അല്ലെങ്കിൽ നമ്മളിവിടെ പുള്ളിക്കാരി പാവമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർന്നതന്നെ. അല്ലായിരുന്നു നമ്മൾ ഓവർ സ്റ്റേയും ആയിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞിട്ടോ പിന്നെ എല്ലാ പരിപാടിയും കഴിവുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വണ്ടിയിൽ ഒരു തുള്ളി എണ്ണയില്ല കേട്ടോ.
കാർഡ് 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 Carta cacayo, carta. വിസ വിസ ആ പുള്ളി ഇവിടെ ഇത് ചെയ്യണം. വിസോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ അടിക്കുന്നത്. ആ 50 50 Rommel, diesel. ഡീസൽ ഡീസൽ Rommel, jak sam diesel. ഊമ്പി Euro diesel, eco diesel. Diesel, energy, Ah. Asena, എനർജി Diesel, ആ ഡീസൽ what was that? 50. ആ ആ ഡീസൽ ഡീസൽ എനർജി യൂറോ. Это euro, это regular, это benzin. ഓക്കെ 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 Benzin это. ബെൻസിൻ Это petrol. ഓ പെട്രോൾ ഡീസൽ ഡീസൽ Oh, yeah, это ഓക്കെ diesel. ഓക്കെ ഓക്കെ Euro diesel. ആ это. യാ 50, what was that? 50 ഇത് തന്നെ അടിക്കാൻ പറ. അതൊക്കെ പെട്ടുപോയാണ് കേട്ടോ. ഒരു തുള്ളി ഡീസലില്ല. അതുകൊണ്ട് എന്നെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വഴി നിന്ന് പണിയാണ്. വരുന്ന വഴിക്കൊക്കെ പോലീസുകാർ നോക്കുന്നുണ്ട്. ഇതിപ്പം മറ്റേ ലൈസൻസും പേപ്പറും ഉണ്ടായിട്ട് ഇപ്പം കള്ളം പോകുന്ന പോലെ പോകേണ്ട ഗതിയാട്ടോ. എന്ത് ചെയ്യാനാ, വാട്ട് വിൽ ഡു ഗൈസ്. കുറേ പേര് പരിചയപ്പെടാനൊക്കെ വരുന്നുണ്ട് അവിടെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ കിട്ടില്ല മനുഷ്യരാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആണെന്ന് ഇവിടുന്ന് എണ്ണ അടിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സബ്വേ ഉണ്ട് കേട്ടോ. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല സാധനമാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് സാധനം മേടിച്ചിട്ട് കഴിച്ചിട്ട് പോകുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ വഴി നിർത്തണ്ടല്ലോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല സാധനം കേട്ടോ. സബ്വേ ഇതല്ലേ ഏതാ നിന്റെ ബാർബിക്യൂ അല്ലേ? വേറെ കാര്യമുണ്ട് പിന്നെ സബ്വേ വിദേശത്തോട്ട് വരാൻ നേരത്ത് ഭയങ്കര ചീപ്പാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും എക്സ്പെൻസീവ് ഉള്ള മൗട്ടനാസ് KFC ഇത് നോക്കുന്നത് ഏറ്റവും എക്സ്പെൻസീവ് ഉള്ള സാധനം ഇതല്ലേ നാട്ടില്. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഇത് കഴിക്കട്ടെ. കഴിക്കണമെങ്കിൽ ഇത് എങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കില്ലെന്ന് വെച്ചാൽ ഇത്രയും വലിയ കുറ്റിയാണ്. ഞങ്ങൾ ഏറ്റവും വലുതായിട്ടാണ് പറഞ്ഞത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വൈകിട്ടത്തിനൊന്നും നോക്കണ്ട, വൈകിട്ടത്തേക്ക് നോക്കണ്ടല്ലോ. നമ്മളിനിപ്പം വഴി നിന്ന് കഴിഞ്ഞ് വീണ്ടും തക്കാളിയൊക്കെ ഉള്ളതിൻ്റെ അതെങ്ങനെ നിനക്ക് മനസ്സിലായത്? അത് അവർ എഴുതി തന്നു എന്നാ ഈ സാധനമാണ് ആ സാധനം എന്നുള്ള. അങ്ങനെ പൊട്ടിക്കണ്ട, മൊത്തം ഇതാവും. കിളി പറയും കിട്ടുന്ന സാധനം കേട്ടോ. നല്ല സാധനമല്ലേ? ഞാൻ എൻ്റെ മൊത്തത്തിൽ എത്ര ലാരിയാടാ? 38 ലാരി. ഇവിടെ കേരള ഭക്ഷണം കഴിക്കണ 50 ലാരി കൊടുക്കണം. ഫൈനലി നമ്മളങ്ങനെ വണ്ടി എടുത്തു. ഈ കാണുന്ന നമ്മളന്ന് വന്നപ്പോ ഇതൊന്നും പച്ചപ്പൊന്നും ഇല്ലാതെ കിടന്ന സ്ഥലമാണ്. ഡ്രൈ ആയി കിടന്നല്ലേ? 2 ആഴ്ച നമ്മൾ കിടന്നപ്പോഴത്തേക്ക് ഫുള്ള് പച്ചപ്പായി. മൺസൂൺ കാലാവസ്ഥയാണ് ഇവിടെ. പുഴയിലൊന്നും നമ്മൾ വന്നപ്പോ വെള്ളമില്ലായിരുന്നു. വെള്ളം കണ്ടോ? അതായത് ഇനി 401 കിലോമീറ്റർ ആണ് നമുക്ക് ജോർജിയൻ ബോർഡറിലേക്കുള്ളത്. അതിന് ശേഷമാണ് തുർക്കിഷ് ബോർഡർ. ജോർജിയൻ നമ്മൾ നേരെ ചെന്ന് കയറുന്ന തുർക്കിഷ് ബോർഡറാണ്. തുർക്കിയിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ നമ്മുടെ ഈ നടന്ന സംഭവത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് പറയാം. അതിന്റെ അടച്ചതിന്റെ സംഭവങ്ങൾ എന്താണ് കാര്യം എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം. ഇനിയിപ്പോൾ തുർക്കിയുടെ ഒരു വിഷയം വെച്ചാൽ തുർക്കിയിൽ കുറേ രീതിയിലുള്ള പറ്റിക്കലുണ്ട്. അതിൻ്റെ അകത്ത് വേണം രക്ഷപ്പെടും. പിന്നെ അവിടെ ഗ്രീൻ കാർഡ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എടുക്കാറുണ്ട്. നല്ല കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാറുണ്ട്. അപ്പം നമ്മളിനിയിപ്പം നേരെ നമ്മൾ കഴിഞ്ഞ ദിവസം 10 ഈ വഴിയാണ് പോയത്. അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പം നമ്മളിനി ബോർഡർ എത്തിയിട്ട് നമ്മൾ കാണത്തുള്ളൂ. ഇതുണ്ടോ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ വെച്ചലക്കി നേരെ ഫ്രണ്ടിലേക്ക് പോകുക കേട്ടോ. പിന്നെ ഈ വഴി കൂടാതെ നേരെ സെന്റർ പിടിച്ചിട്ട് പോകുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത്. 2 വഴിയുള്ളൂ ടോട്ടല്. 2 വഴിയുള്ളൂ. പക്ഷെ ഇച്ചിരി കൂടെ രാത്രിയൊക്കെ ചിലപ്പോൾ ഇച്ചിരി കൂടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലേ? അവനെ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ നേരെ ബോട്ടിൽ എത്തിക്കിട്ടും. ഗൈസ് നല്ല കീട്ടിലം മഴ എന്ന് വെച്ചാ നല്ല കീട്ടിലം മഴ കേട്ടോ. മഞ്ഞും കൂടെ കൂടി അല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ ദൈവാനുഗ്രഹം തോന്നുന്നു. ഇത് ബത്തോമി വരെ അങ്ങ് ബോർഡർ വരെ ഈ മഴ ഉണ്ടല്ലോ. നമുക്ക് ഒരു രീതിയിലുള്ള ഒരു 7 മണിക്കൂർ പെയ്തോട്ടെ. ഗൈസ് നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. പോലീസ് ചെക്കിങ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ഇതെല്ലാം ഒറിജിനലുണ്ട്. പക്ഷേ അവരത് കോപ്പിയാന്ന് പറഞ്ഞാൽ തീർന്നു, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ പോയി തെളിയിക്കണം. നമ്മൾ അതിനുവേണ്ടി സമയം ചിലവാക്കണം, പണം ചിലവാക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലല്ലേ ഇനി ഇൻവെസ്റ്റിഗേഷൻ നടക്കാറ്, ഇവർ തന്നെയാണ് അതൊക്കെ തീരുമാനിക്കാറ്. അതുകൊണ്ട് അതിലൊന്നും എത്രത്തോളം ഉണ്ടെന്നൊക്കെ മഞ്ഞ കേട്ടോ പെയ്യുന്നേ. മഴയല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്നോഫോൾ ആട്ടോ. ഓക്കെ. ഈ സമയത്ത് നമ്മൾ വണ്ടി വളരെ പയ്യെ ഓടിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം. വേഗത്തെ വണ്ടി വരുന്നവർക്കൊന്നും ചവിട്ടിയേ കിട്ടൂല ഈ സമയത്ത്. അതാണ് ഒരു വലിയ വിഷയം. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് ഓടിക്കാം. ഏതാണ്ട് ഒരു 5-6 മണിക്കൂർ വേണം ബോർഡർ. പിന്നെ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് പേപ്പർ കുറെ കാണിക്കാനുള്ളതും അതൊക്കെ കാണിച്ച് നമുക്ക് ഇറങ്ങേണ്ട കേസ് കേട്ടോ. അതെ, ആ സ്ലിപ്പ് നമുക്ക് കിട്ടുമോ അല്ലെ ബോർഡറിൽ നിന്ന് അവർ കൊണ്ടുപോകുമോ? ആണോ? പൈസ എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല കേട്ടോ. നല്ല രീതിയിൽ ഈ സൈഡിലേക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും.
മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഇച്ചിരി സ്ലോ ആക്കുന്നതായിരിക്കും ബുദ്ധിപര നീക്കം. 100 ആയിരുന്നു, 100 പരമാവധി വണ്ടി കുറയ്ക്കുക സ്പീഡ് കേട്ടോ. കാഴ്ച കുറവ് 4:30, പിന്നെ അതേപോലെ നാട്ടിലാണെങ്കിൽ 6 മണി. संग संग तेरे गर्मी में मीठी ठंडाई, सर्दी में तेरी रज़ाई, एक बार तो छू के देख ले बाबू तुझको करंट लगेगा। मेरे सागर वाले सैया क्यों मोड़े हमरे भैया, इधर लगा के आजा ढूंढ थैया। सागर वाले सैया क्यों मोड़े हमरे भैया, इधर लगा के आजा ढूंढ थैया। बेबी है रात रंगीली, आंखें है तेरी नीली, रुक जाओ देसी बाबू, why you so touchy feely। आजा तुझे राइट करा दूं, पब्लिक को सही करा दूं, घातक तो छोड़ा तुझे, लेकिन हा 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 हैया, हा 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 हैया, पहले थोड़ा मूड जमा लो। मेरे सागर वाले सैया क्यों मोड़े हमरे भैया, इधर लगा के आजा ढूंढ थैया। सागर वाले सैया क्यों मोड़े हमरे भैया, इधर लगा के आजा ढूंढ थैया। ढूंढ थैया। ढूंढ थैया। ഇങ്ങോട്ട് വന്നതിന് ഒട്ടുക്കത്തെ തണുപ്പ്, ഒട്ടുക്കത്തെ തണുപ്പ്. ഇപ്പോഴെങ്ങാണ്ട് മഞ്ഞ് വീണ് മൊത്തം മരങ്ങളൊക്കെ നോക്കി കിടക്കിട്ടാന്നൊക്കെ കേട്ടോ വിറയ്ക്കുന്നത്. എൻ്റെ പൊന്നെ, മിക്കവാറും തുർക്കിയിലും ചില ഏരിയൻ്റെ അകത്ത് ചിലപ്പോൾ മഞ്ഞാക്കാൻ ചാൻസ് കൂടുതൽ. ഹിൽ ഏരിയയിലോട്ട് വരാൻ നേരത്തെ മഞ്ഞും ബമ്പും തണുപ്പായിരുന്നു. അതായത് നമ്മൾ താഴോട്ട് നമ്മൾ മഴ പെയ്തിട്ടുണ്ട്, മേലോട്ട് മഞ്ഞ് ഉറപ്പാണ് കേട്ടോ. എൻ്റെ പോനെ തടവേ. വേറെ കാര്യമുണ്ട് കേട്ടോ, അതായത് ഇനിയും നമുക്ക് 200 കിലോമീറ്ററും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം കഴിയും. അങ്ങനെ തുർക്കിയിലോട്ട് പോകും. തുർക്കിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂറോപ്പിലോട്ട് കയറണം കേട്ടോ. ഇവനെന്നെ വീണ്ടും വീണ്ടും പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, നമ്മൾ പോകുന്ന വഴിക്ക് ഫുൾ മഞ്ഞെന്ന് വെച്ചാൽ ഫുൾ മഞ്ഞ്, ഒരു രക്ഷയില്ല. കോട്ടും സാധനങ്ങളും ഇല്ലാതെ ഇറങ്ങാൻ പാടില്ല ഗൈസ്. ജോർജിയ എന്ന് വെച്ചാൽ വളരെ അടിപൊളിയാണ്, പക്ഷെ വിസ ഇല്ലാതായിപ്പോയി. നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് മഞ്ഞാണ് ഈ വർഷത്തെ വീഴാൻ വേണ്ടി പോകുന്നത്. അത് വീണ് കഴിഞ്ഞാൽ പിന്നെ സമ്മർ തുടങ്ങും, വിന്റർ അങ്ങനെ അവസാനിക്കുകയാണ്. ഓ ഗൈസ് നോക്കൂ, അതിമനോഹര കാഴ്ച എന്ന് വെച്ചാൽ അതിമനോഹര കാഴ്ചയാണ് ഗൈസ്. ഫുള്ള് മഞ്ഞു പെയ്ത് ഇങ്ങനെ കിടക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങളിവിടെ വണ്ടി നിർത്തി, ഇത് ഏതാ റൂട്ടെന്നൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് വഴി മാറി കയറിയതാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഫ്രണ്ടിലേക്ക് പോകാനെന്ന് മനസ്സിലായി. വാഹനം ഞങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഒതുക്കി. ഇവിടെ എല്ലാം റിക്കവറി വാനിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലിബി നേരെ വണ്ടിയുടെ ഉള്ളിൽ കയറി. ഗൈസ് നോക്കൂ, ഇവിടെ ജോർജിയയുടെ ഫ്ലാഗും ഇന്ത്യയുടെ ഫ്ലാഗും ഞാൻ ആ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. അത് കിടിലാണ് കേട്ടോ ഗൈസ്. ഈ കാണുന്ന വഴി കൂടിയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. കിടിലൻ കാലാവസ്ഥയാണ്. കോട്ട് വേണമെന്ന് ചോദിച്ചാൽ കോട്ട് വേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വണ്ടികളും സംഭവങ്ങളും നിർത്തുന്നതായിട്ട് കാണുന്നില്ല. ഇതിലൊക്കെ എങ്ങോട്ടോ പോകാനുള്ള വഴികളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം, കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു 90 ദിവസം ഉണ്ടെങ്കിൽ തീരുമില്ല ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് സാധിച്ചില്ല. അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കാം, പിന്നെ പറയുക വേറെ എന്തെങ്കിലും നല്ലതിനായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും നമുക്ക് ഇനിയും 100-300 കിലോമീറ്റർ നമുക്ക് ഇനിയും തുർക്കി ബോർഡറിലേക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ആ തുർക്കി ബോർഡറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കി ബോർഡർ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് വാഹനത്തിലെ പച്ചക്കറി, വാഹനത്തിലെ സാധനങ്ങൾ വണ്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം പച്ചക്കറി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് ഇതുപോലത്തെ പാസഞ്ചർ വെഹിക്കിളിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട് സുഹൃത്തുക്കളെ, അതെല്ലാം നമുക്ക് ചെയ്തു തീർക്കാം. അപ്പം നേരെ കുറേ വണ്ടികളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നേരെ നമുക്ക് ഇങ്ങോട്ടാണ് ലക്ഷ്യമാക്കി പോകേണ്ടത്. ഇനിയും ഉണ്ട് കിലോമീറ്ററുകൾ.
എന്നാലും ലിബി ഉള്ളിൽ കയറി, കാരണം ലിബി ഒരു റീൽസ് എടുക്കാണ്ട് പുറത്തിറങ്ങിയതാണ്. അപ്പം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്, ചെവിക്കൊക്കെ സത്യം പറഞ്ഞാൽ വേന എടുക്കാൻ വേണ്ടി തുടങ്ങി. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ഗൈസ്, നമ്മുടെ വണ്ടി കിടക്കുന്ന ഒരു ഫ്രെയിം നോക്കിയ ഒരു അസാമാന്യ ഫ്രെയിം ആട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ഞ് പെയ്ത് കിടക്കുന്ന ഒരു സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുന്നത്. ഭയങ്കര ലുക്കാണ്, വളരെ ശ്രദ്ധിക്കണം. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തോടെ പോകാൻ നേരത്തെ ചവിട്ടിയാൽ കിട്ടൂല കേട്ടോ. ഇത് നോക്കിയാൽ ഇത് അങ്ങോട്ടോ പോകുന്ന വഴിയാണ്. എന്തായാലും നമുക്ക് നേരെ വണ്ടിയെ കയറാം, നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട് പോകാട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ നമ്മളീ പോകുന്ന വഴി കിട്ടിലെന്ന് വെച്ചാൽ കിട്ടില്ല കേട്ടോ. ഞങ്ങൾ പോലും പ്രതീക്ഷയില്ല കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്തോടെ നമുക്ക് പോകാൻ മാത്രമേ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ട് യാതൊരു ഇനി ജമ്മത്ത് ഇനി പ്രധാനമന്ത്രി ക്യാപിറ്റൽ ഞങ്ങൾ കയറൂല. അത് എഴുതി വെച്ച സംഭവം അത് ഏത് രാജ്യത്ത് എവിടെ പോയാലും ഒരേപോലെ തന്നെയാണ്. ഇത് ഞങ്ങൾ പ്രധാനപ്പെട്ട ക്യാപിറ്റലൊന്നും ഇനി കയറൂല കേട്ടോ. ഇതായിരിക്കും അവസ്ഥ. വണ്ടി കൊണ്ട് നീങ്ങുന്നില്ലല്ലോ, തിന്നുന്നുണ്ടോ ടയറ്? ടയർ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് 6 ഡിഗ്രി എന്തോ ചെരുവുള്ള റോഡാണ്. ഹാൻഡ് ബ്രേക്കിന്റെ വല്ല പ്രശ്നമുണ്ടോ? ഹാൻഡ് ബ്രേക്ക് നോക്കിയേ. ഇല്ലല്ലോ. ढोला वे ढोला हाईवे मन डोला, ढोला वे ढोला हाईवे मन डोला, तेरे खातिर मैंने सारा ये जग छोड़ा, हो ढोला वे ढोला हाईवे मन डोला, ढोला वे ढोला हाईवे मन डोला. जब से देखा तुझको मैं तो हो गई तेरी दीवानी, जब से देखा तुझको मैं तो हो गई तेरी दीवानी, हो दिल पे मेरे बस नहीं चलता, कैसे कहूँ मैं जानी, हाय कैसे कहूँ मैं जानी, हाय എന്തോ സംഭവിച്ചു കേട്ടോ. വണ്ടി കട്ടിയതെന്തോ കണ്ടവനെ ഫുൾ പോലീസ്. എന്താ പറ്റിയേ? ഫ്രണ്ടിൽ ലൈറ്റ് ഓഫ് ആണോ നമ്മുടെ? നമ്മുടെ ഒന്നും ഇട്ടിട്ടില്ല. എന്തോ സംഭവിച്ചു കേട്ടോ. ഇതെന്നാ സംഭവം? വണ്ടിയെല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. മഞ്ഞാണോ? മഞ്ഞും ഒന്നുമല്ലേ. ട്രെയിനാണോ? വണ്ടി എന്താ തട്ടിയതൊന്നും കണ്ട? വണ്ടി എന്താ തട്ടിയതും കണ്ട? എന്നാ സംഭവം എന്നാണോ? വണ്ടി തട്ടിയതല്ലേ ചെക്കിങ്. ഇത്ര പോലീസോ? പെട്ടെന്ന് വന്നു. അല്ലെ എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും പിടിച്ചോ? ഇവിടെ എന്തോ വലിയ വിഷയം കേട്ടോ. ഇതെന്നാ എന്താ സംഭവിച്ചേ? പോലീസുകാർ ഇവിടെ എന്തോ വലിയ പ്രശ്നമാടാ. ഇത്ര പോലീസ് ഒന്നും വരൂല. അടിയായോ? CID ഒക്കെ ഉണ്ട് കേട്ടോ. അതെന്താ വലിയ എന്താ പിടിച്ചേ? CIDയുടെ വണ്ടി കണ്ടാ അറിയാട്ടോ. അതിന്റെ ഫ്രണ്ടില് റെഡും ബ്ലൂവും അങ്ങനെ എന്തൊക്കെയാ കത്തും. എന്തോരോ വണ്ടിയാ വന്നാക്കുന്നത്. ഒന്നുമല്ല പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ ആൾക്കാർ മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല വിട്ടു. ഏതാ വണ്ടിയിൽ നിന്ന് എന്താ പിടിച്ചതാ? എന്താ പിടിച്ചതാ? അവിടെ കത്തുന്നുണ്ടല്ലോ വണ്ടി. ഇതെന്നാ സംഭവം ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. നമുക്കിവിടെ ഇവിടെ ചോദിക്കാനൊന്നും പറ്റില്ല. ചോദിച്ചാൽ നമ്മളെ വേണ്ട ഇനി അടുത്ത കുറ്റി കൊണ്ടിടും. എന്തോ വലിയ വിഷയം കേട്ടോ. അവിടെ കത്തുന്നുണ്ട്. എല്ലാരും സിഗരറ്റ് വലിയാ. നമ്മളങ്ങനെ ബോർഡർ എത്തി. ഇനിയിപ്പം നമുക്ക് ദൂരം നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാനുണ്ടല്ലോ. അതിനാ ട്രക്ക് അവിടെ നിന്ന് നമുക്കൊന്നും. അതാണ് ഈ ജോർജിയൻ തുർക്കി ബോർഡർ. രാത്രി കാലങ്ങളിൽ ബോർഡർ കയറുവാണെങ്കിൽ മനസമാധാനത്തോടെ പോവാം എന്നുള്ളതാണ് ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവൂല. രണ്ടാമത് ഞങ്ങളുടെ യാത്രാ എക്സ്പീരിയൻസ്. പകല് നിൽക്കാൻ നേരത്താണ് ഇവര് ടൗസർ വരെ ഉരിച്ചിട്ട് വിടുന്നത് അല്ലേ? വലിയ ദൂരമില്ല കേട്ടോ. ഒരു അപ്രോക്സിമേറ്റ് ഒരു 350 മീറ്റർ കയറാം. അത്രേ ഉള്ളു കേട്ടോ. പോവാം. നമുക്ക് ട്രക്കുകൾക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും റൂള്. നമുക്ക് കയറി പോവാം എന്നുള്ളതാണ് എൻ്റെ അറിവ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഗ്യാപ്പ് എടുത്തിട്ടുണ്ടോ എല്ലാ സ്ഥലത്തും? അതെ ജോർജിയ. ഇതിന്റെ കപ്പൽ പോലെയൊക്കെ പടം വെച്ചേക്കുന്നേ അല്ലേ? എന്താ ചെയ്യാ? അത് ജോർജിയയിൽ ഇതെത്തി. വണ്ടി ക്ലീൻ ചെയ്യണ്ടേ? എടുക്കാം. ഇതിന്റെ ഉള്ളിലോട്ടിടും. ഇതിന്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റാതെല്ലാം വരുമോ? അതും പറയാൻ പറ്റില്ല കേട്ടോ. ലോറി അടിപ്പിച്ചേ പോയി. അപ്പുറത്താണ് തുർക്കി. ഇതന്നെ ഇങ്ങനത്തെ ബോർഡ് നമ്മൾ ആദ്യമായിട്ടല്ലേ ഇവര് കാണുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് കാണുന്നത്. ഇത് കയറാനും അത് ഇറങ്ങാനും വന്നു കേട്ടോ. ഇവിടെ നിർത്തി. ഇവിടെ വേസ്റ്റ് കളയാം. അതിനാ ഞാൻ ആദ്യം അങ്ങോട്ടൊന്ന് ചിരിച്ച് നിർത്തിട്ട് വേണ്ടി. ഇത് എങ്ങനെയായാലും പരിപാടി നമുക്ക് പഠിക്കട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ പരിപാടി വണ്ടി മൊത്തം വൃത്തിയാക്കി. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. വണ്ടി വൃത്തിയാക്കി അങ്ങനെ സെറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് വെജിറ്റബിള് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം മാറ്റണം. കുറേ സാധനങ്ങൾ എൻ്റെ ചെയ്യാറുണ്ട്. വണ്ടി മൊത്തം വൃത്തിയാക്കിയിട്ടാണ് കയറ്റാൻ വേണ്ടി. വെജിറ്റബിൾ കയറി കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. നമ്മൾ ഇത്രയും ദിവസം അവിടെ കിടന്ന പോലെ അല്ല. അതിലും വലിയ പ്രശ്നമാണ് വിത്ത്. ഞാൻ വണ്ടി ഇച്ചിരി കയറ്റിട്ട് ഈ വേസ്റ്റ് ഡിസ്ബിൻ കണ്ടോ, ഇത് ചേർത്താ വണ്ടി ഞങ്ങൾ ഇട്ടത് കണ്ടോ. ഇത് ചേർത്തിടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കെല്ലാം കളയാലോ. അതിലാട്ടോ നീ നടന്നു കയറണ്ടേ.
എല്ലാരും അതിലേ നടന്നു കയറുന്നത്. ഞാൻ നീ അടിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. മിഷ്യൻ ഫൈനലി നമ്മുടെ വേസ്റ്റ് ഒക്കെ നമ്മൾ എടുത്തു കളഞ്ഞത്. ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഈ സാധനങ്ങൾ എല്ലാം ലെവലാക്കണം, എല്ലാം വൃത്തിയാക്കി എടുക്കണം. ഇതുകൊണ്ട് ഇവിടെ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട്, അതൊക്കെ വേസ്റ്റ് തള്ളണം കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഇതാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ. നമുക്കൊന്ന് ഈ സ്ഥലങ്ങളൊന്ന് നമുക്ക് നോക്കി അത് പഠിക്കാം. സാഹചര്യങ്ങളും സമയം നമുക്ക് പഠിച്ചിട്ട് വേണം കയറാൻ വേണ്ടി അല്ലേ. എന്നിട്ട് പോകട്ടെ, വേസ്റ്റ് എല്ലാം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തള്ളിയിട്ടാ. ഒട്ടുക്കത്തെ വിശപ്പ് ഒട്ടുക്കത്തെ വിശപ്പ്. ഒരു ബർഗർ കഴിക്കാണ്ട് വന്നാണ് 7 ലാറി നമ്മളെ രാവിലെ മറ്റേ ഭക്ഷണം കഴിക്കാണ്ട് വന്നിട്ടേ. ഏറ്റവും വലിയ കോമഡി എന്നറിയോ, ഇതേപോലത്തെ ക്യാസിനുകൾ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും നോക്കിയാലും. എന്തൊരു ഇതായത് രാവിലെ ആകുമ്പോ ഇത് വലിയ വണ്ടി വരുന്ന രാവിലെ മറ്റേ ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല മറ്റേ കുറ്റി പോലിരിക്കുന്ന സാധനം. കുറെ പേര് ഇൻഷുറൻസും അത് ഇത് ചക്ക മാങ്ങാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല കേട്ടോ. ആദ്യം ബോർഡർ ക്രോസ് ചെയ്യുന്നു, അവിടെ കിടന്നിറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഓതറൈസ് സ്ഥലത്തു നിന്ന് ആദ്യം എടുക്കുക, കുഴപ്പമില്ല. ഇനി നമ്മൾ ഇവിടുന്ന് എടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ പെടും. അതെ, ഡോളറും പിന്നെ അതേപോലെ തന്നെ തുർക്കിഷ് ഇൻഷുറൻസും കിട്ടുന്നൊരു ഷോപ്പാണ് ഇത്. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്, ഉള്ളിലേക്ക് കയറുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് വന്ന് തീരുമാനിച്ചാൽ $35 അത്ര മറ്റങ്ങനെ ഉള്ളൂ. 100 ലാറി. അപ്പോൾ ലിബി വണ്ടിയെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പം വരും കേട്ടോ. എന്നിട്ട് ഇത് എടുത്തിട്ട് പോവാം. ഗൈസ് ഫൈനലി ഇൻഷുറൻസ് കിട്ടിയില്ല. നമ്മളങ്ങനെ ജോർജി വിട്ട് നമ്മളങ്ങനെ നേരെ തുർക്കിക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇനി തുർക്കിയിൽ എത്തിയിട്ടേ നമ്മൾ കാണത്തുള്ളൂ. പിന്നെ അതായത് നമ്മളോട് ഇവിടുന്ന് എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് ഇൻഷുറൻസ് എടുക്കുന്നത്, പക്ഷെ നമ്മുടെ വണ്ടിക്ക് കിട്ടൂല, ഉള്ളിൽ നിന്നേ കിട്ടുള്ളൂ. ഫുള്ള് വൃത്തിയാക്കി ലെവലാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നേരെ കയറാൻ വേണ്ടി പോവാണ്. എങ്ങനെയാവും എന്താണെന്ന് അറിയില്ല. കുറേ ഡോക്യുമെന്റ്സ് കാണിക്കാണ്ട്. പേപ്പറൊക്കെ ഇതിൻ്റെ അകത്തില്ലേ? പേപ്പറല്ല ഇതിൻ്റെ അകത്തുണ്ട്. ഫൈൻ അടിച്ചാൽ എല്ലാം ഒരുമിച്ചാട്ടോ വെച്ചാൽ അതിനോടെ ചോദിക്കുള്ളൂ. ആയിക്കോട്ടെ. ഫൈനലി ഞങ്ങൾ അങ്ങനെ തുർക്കി കയറി. ഇതിപ്പോ വണ്ടി ഇവിടെ എത്തി. ബോർഡർ വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു അല്ലേ. അത് ഒപ്പിടാൻ നേരത്തെ ഞങ്ങൾ ഇതിന്റെ സിഗ്നൽ മാറ്റി. ഇന്ത്യ തുർക്കി. ഇത്ര നേരം ജോർജിയുടെ ആയിരുന്നു, ഇപ്പം തുർക്കിയുടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്കാണ് പോകേണ്ടത്. ഇവിടുത്തെ എങ്ങനെയാ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ 2 രൂപ ആണ്. സോറി, ഇവിടുത്തെ 2 അങ്ങനെ എന്തോ കണക്കായിരുന്നു അല്ലേ. അല്ല നമ്മുടെ അവിടുത്തെ എങ്ങനെയാ പറയാ, എങ്ങനെയൊക്കെയാണ് ഗൈസ്. എന്തായാലും ഫൈനലി ഞങ്ങൾ ഉള്ളിൽ കയറാൻ പോവാം.